ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓരോ തലമുറയിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ചർച്ചകളിൽ ഒന്നാണ് ദേശീയ ടീമിന്റെ നായകസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് 2020 ക്രിക്കറ്റ് പോലുള്ള അതിവേഗ ഫോർമാറ്റിൽ ഒരു ടീമിനെ വിജയവും പരാജയവും പലപ്പോഴും നായകന്റെ തീരുമാനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യൻ T20 ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം ആരാകുമെന്ന ചോദ്യം ആരാധകരും മുൻ താരങ്ങളും ക്രിക്കറ്റ് വിദഗ്ധരും ഒരുപോലെ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ ചർച്ചകളിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്ഥിരമായി ഉയർന്നു വരുന്ന പേരാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ്, സമ്മർദ്ദ സാഹചര്യങ്ങളിൽ കളിക്കുന്ന രീതി, ടീമിനെ നയിക്കുന്ന സമീപനം എന്നിവയാണ് സഞ്ജുവിനെ നായകസ്ഥാനത്തിനുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത്. ക്രിക്കറ്റ് ലോകത്ത് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും സഞ്ജുവിന് വലിയ നേതൃസാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തുകയെന്നത് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ചരിത്രപരമായി മുംബൈ, ഡൽഹി, കർണാടക, തമിഴ്നാട് തുടങ്ങിയ ശക്തമായ ക്രിക്കറ്റ് കേന്ദ്രങ്ങളിൽ നിന്നാണ് കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ അതിനിടയിൽ സ്വന്തം കഴിവുകൊണ്ട് ശ്രദ്ധ നേടിയ താരമാണ് സഞ്ജു. ചെറുപ്പം മുതൽ തന്നെ അസാധാരണ പ്രതിഭയുള്ള ബാറ്റ്സ്മാനായി അറിയപ്പെട്ടിരുന്ന സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൂടെ ദേശീയ ടീമിന്റെ വാതിൽ തട്ടിയെത്തി. അദ്ദേഹത്തിന്റെ ബാറ്റിംഗിലെ സ്വാഭാവിക ശൈലിയും ഷോട്ടുകളുടെ വൈവിധ്യവും ആദ്യകാലം മുതൽ തന്നെ ആരാധകരെ ആകർഷിച്ചിരുന്നു. എന്നാൽ സഞ്ജുവിന്റെ കരിയർ എല്ലായ്പ്പോഴും നേരായ ഒരു യാത്രയായിരുന്നില്ല. മികച്ച ഇന്നിംഗ്സുകൾക്ക് പിന്നാലെ നിരാശാജനകമായ പ്രകടനങ്ങൾ, ടീമിലെ അവസരം ലഭിച്ചും പിന്നീട് പുറത്താകേണ്ടി വന്ന സാഹചര്യങ്ങൾ, സ്ഥിരതയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ തുടങ്ങി നിരവധി വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടു. ഈ പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തെ കൂടുതൽ പക്വതയുള്ള ക്രിക്കറ്ററാക്കി മാറ്റിയതെന്ന് പലരും വിലയിരുത്തുന്നു. ഒരു മികച്ച ബാറ്റ്സ്മാൻ ആകുക എന്നത് ഒരു കാര്യമാണ്, എന്നാൽ ഒരു മികച്ച നായകനാവുക അതിലും വ്യത്യസ്തമായ കഴിവുകളാണ് ആവശ്യപ്പെടുന്നത്. ഒരു ടീമിന്റെ മുഴുവൻ സാഹചര്യങ്ങളും മനസ്സിലാക്കുക, ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക, കളിക്കാരിൽ ആത്മവിശ്വാസം വളർത്തുക, സമ്മർദ്ദഘട്ടങ്ങളിൽ ശാന്തത കൈവിടാതിരിക്കുക തുടങ്ങിയ ഗുണങ്ങളാണ് ഒരു വിജയകരമായ നായകനെ നിർവചിക്കുന്നത്. സഞ്ജുവിന്റെ നായകത്വത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗുണം അദ്ദേഹത്തിന്റെ ശാന്ത സ്വഭാവമാണ്. മത്സരം എത്ര നിർണായകമായാലും, എതിരാളി എത്ര ശക്തനായാലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ അമിതമായ സമ്മർദ്ദം പ്രകടമാകുന്നത് വളരെ അപൂർവമാണ്. ഈ സ്വഭാവം പലപ്പോഴും ആരാധകരെ MS ധോണിയെ ഓർമ്മിപ്പിക്കുന്നതായാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. ധോണി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ നായകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാനുള്ള കഴിവായിരുന്നു. അവസാന ഓവറുകളിൽ പോലും വികാരങ്ങൾ പുറത്തു കാണിക്കാതെ ടീമിനെ നയിച്ച ധോണിയുടെ ശൈലി ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ പ്രശംസ നേടിയിരുന്നു. സഞ്ജുവിന്റെ സമീപനത്തിലും സമാനമായ ചില ഘടകങ്ങൾ കാണാമെന്ന് ചില മുൻ താരങ്ങളും നിരീക്ഷകരും അഭിപ്രായപ്പെടാറുണ്ട്. IPL പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ നായകന്റെ തീരുമാനങ്ങൾ പലപ്പോഴും മത്സരഫലത്തെ സ്വാധീനിക്കും. ബൗളർമാരെ എപ്പോൾ ഉപയോഗിക്കണം, ഫീൽഡ് പ്ലേസ്മെന്റ് എങ്ങനെ ക്രമീകരിക്കണം, ഏത് സാഹചര്യത്തിൽ ആക്രമണപരമായ സമീപനം സ്വീകരിക്കണം എന്നീ കാര്യങ്ങളിൽ ഒരു നായകന്റെ മിടുക്ക് പരീക്ഷിക്കപ്പെടുന്നു. സഞ്ജുവിന്റെ നേതൃത്വത്തിൽ കളിച്ച പല യുവതാരങ്ങളും അദ്ദേഹം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രശംസിച്ചിട്ടുണ്ടെന്ന് വിവിധ അഭിമുഖങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ടീമിന്റെ വളർച്ചയിൽ യുവതാരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഭാവിയെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു നായകനാണ് ഇത് ചെയ്യാൻ സാധിക്കുക. സഞ്ജുവിന്റെ കരിയറിനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിലുണ്ടായ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യകാലത്ത് അദ്ദേഹം പ്രധാനമായും ആക്രമണപരമായ ബാറ്റ്സ്മാനായാണ് അറിയപ്പെട്ടിരുന്നത്. മനോഹരമായ കവർ ഡ്രൈവുകളും ലോങ് സിക്സറുകളും അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്കായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം തന്റെ കളിയിൽ കൂടുതൽ ഉത്തരവാദിത്തം ചേർത്തു. ഇന്നിംഗ്സ് നിർമ്മിക്കുന്നതിലും സാഹചര്യത്തിനനുസരിച്ച് ഷോട്ട് തിരഞ്ഞെടുക്കുന്നതിലും കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. ഒരു നായകനാകാൻ ആഗ്രഹിക്കുന്ന താരത്തിന് ഈ മാറ്റം അത്യന്താപേക്ഷിതമാണ്. കാരണം സ്വന്തം പ്രകടനത്തിന് പുറമെ ടീമിന്റെ ആവശ്യങ്ങളും പരിഗണിക്കേണ്ട സാഹചര്യം നായകനായി മാറുമ്പോൾ കൂടുതൽ വർദ്ധിക്കും. ഇന്ത്യൻ ടീമിന്റെ നായകനാവുക എന്നത് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകളും മാധ്യമങ്ങളുടെ നിരന്തര നിരീക്ഷണവും വിമർശനങ്ങളും അതിനോടൊപ്പം ഉണ്ടാകും. സഞ്ജുവിന്റെ കരിയറിലെ പല ഘട്ടങ്ങളിലും അദ്ദേഹം വലിയ സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. ദേശീയ ടീമിൽ നിന്ന് പുറത്താകേണ്ടി വന്ന സമയങ്ങൾ, മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും തുടർച്ചയായ അവസരങ്ങൾ ലഭിക്കാത്തതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തെ മാനസികമായി കൂടുതൽ ശക്തനാക്കിയിട്ടുണ്ടാകാം. ഇത്തരം അനുഭവങ്ങൾ ഒരു നായകനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും. കാരണം കളിക്കാരുടെ വികാരങ്ങളും സമ്മർദ്ദങ്ങളും മനസ്സിലാക്കാൻ സ്വയം അതിലൂടെ കടന്നുപോയ അനുഭവം സഹായകരമാകും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉള്ള സ്ഥാനം തുല്യമാണ്. അദ്ദേഹത്തിന്റെ അനുഭവവും കളിയെക്കുറിച്ചുള്ള അറിവും ഇന്നും നിരവധി യുവതാരങ്ങൾക്ക് പ്രചോദനമാണ്. സഞ്ജു പല അവസരങ്ങളിലും മുതിർന്ന താരങ്ങളിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ഒരു യുവതാരത്തിന്റെ വളർച്ചയിൽ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്.
പ്രത്യേകിച്ച് ഫോം നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിൽ മാനസിക പിന്തുണ നൽകുന്ന വ്യക്തികളുടെ സാന്നിധ്യം കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. സച്ചിനെ പോലുള്ള ഇതിഹാസ താരങ്ങളിൽ നിന്ന് പ്രചോദനം ലഭിക്കുന്നത് സഞ്ജുവിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമായിരിക്കാം. സാങ്കേതിക കഴിവുകൾക്കപ്പുറം ക്രിക്കറ്റിനെ എങ്ങനെ സമീപിക്കണം, സമ്മർദ്ദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ദീർഘകാല വിജയത്തിനായി എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ സച്ചിന്റെ അനുഭവം അമൂല്യമാണ്. സഞ്ജു നായകസ്ഥാനത്തിനുള്ള ശക്തമായ സ്ഥാനാർത്ഥിയാണെങ്കിലും ഇന്ത്യക്ക് മറ്റ് നിരവധി മികച്ച ഓപ്ഷനുകളുമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശക്തി അതിന്റെ താരസമ്പത്താണ്. വിവിധ ഫോർമാറ്റുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന നിരവധി യുവതാരങ്ങളും പരിചയസമ്പന്നരായ താരങ്ങളും ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവി നായകനെ തിരഞ്ഞെടുക്കുമ്പോൾ ബാറ്റിംഗ് മികവോ ജനപ്രീതിയോ മാത്രം പരിഗണിക്കില്ല. ദീർഘകാല പദ്ധതികൾ, ടീമിന്റെ സ്ഥാനം, ഫിറ്റ്നസ്, നേതൃത്വ ഗുണങ്ങൾ, ഡ്രസ്സിംഗ് റൂമിലെ സ്വാധീനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വിലയിരുത്തപ്പെടും. സഞ്ജുവിന്റെ കാര്യത്തിലും ഇതേ മാനദണ്ഡങ്ങളാണ് ബാധകമാകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് ഈ ചർച്ചകളിൽ ശക്തമായി നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ തെളിവാണ്. കേരളത്തിൽ സഞ്ജുവിനുള്ള പിന്തുണ വളരെ വലുതാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ മലയാളി താരങ്ങളുടെ സാന്നിധ്യം താരതമ്യേന കുറവായതിനാൽ സഞ്ജുവിന്റെ ഓരോ നേട്ടവും കേരളത്തിലെ ആരാധകർ അഭിമാനത്തോടെയാണ് കാണുന്നത്. ഒരു മലയാളി താരം ഇന്ത്യൻ ദേശീയ ടീമിൽ സ്ഥിരം നായകനാവുക എന്നത് കേരള ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരിക്കും. അതിനാൽ തന്നെ സഞ്ജുവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും കേരളത്തിൽ പ്രത്യേക ശ്രദ്ധ നേടാറുമുണ്ട്. എന്നാൽ സഞ്ജുവിന്റെ ആരാധക വൃന്ദം കേരളത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിയും വ്യക്തിത്വത്തെയും ഇഷ്ടപ്പെടുന്ന ആരാധകർ ഇന്ത്യയിൽ ഉടനീളമുണ്ട്. കളിക്കളത്തിലെ വിനയവും എതിരാളികളോടുള്ള ബഹുമാനവും അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. സഞ്ജു ഇന്ത്യൻ T20 ടീമിന്റെ നായകനാകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഉത്തരമില്ല. അത് തിരഞ്ഞെടുപ്പ് സമിതിയുടെ തീരുമാനങ്ങളും ടീമിന്റെ ഭാവി പദ്ധതികളും താരങ്ങളുടെ പ്രകടനവും ഉൾപ്പെടെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, സഞ്ജു ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ നേതൃസാധ്യതകളിൽ ഒരാളാണ്. ബാറ്റ്സ്മാൻ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും നായകൻ എന്ന നിലയിലും അദ്ദേഹം തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മികച്ച നായകനെ നിർവചിക്കുന്നത് കിരീടങ്ങൾ മാത്രമല്ല, ടീം അംഗങ്ങളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുക, സമ്മർദ്ദഘട്ടങ്ങളിൽ ശാന്തത പുലർത്തുക, യുവതാരങ്ങളെ വളർത്തുക, സ്വന്തം പ്രകടനത്തിലൂടെ മാതൃക കാട്ടുക എന്നീ ഗുണങ്ങളാണ് യഥാർത്ഥ നേതൃത്വത്തിന്റെ അടയാളങ്ങൾ. ഈ ഗുണങ്ങളിൽ പലതും സഞ്ജുവിന് കാണുന്നുവെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. അടുത്ത വർഷങ്ങളിൽ ഇന്ത്യൻ T20 ടീമിന്റെ നേതൃത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സഞ്ജു എന്ന പേര് വീണ്ടും ശക്തമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്.